നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ് കേട്ടോ. എന്താണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്? എന്താണ് റെസ്പിറേഷൻ പ്രോസസ്? ദ ബ്രേക്ക് ഡൗൺ ഓഫ് the nutrients for releasing the ATP molecule or energy molecule. That process is called as respiration. Respiration എന്ന് പറയുന്ന പ്രോസസ്സ് ബയോ മാക്രോ മോളിക്യൂളിനെ അല്ലെങ്കിൽ ബയോ മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാം. നമുക്കറിയാം എല്ലാ ഓർഗാനിസംസ് അതിന് എനർജി റിക്വയർമെൻ്റ് ഉണ്ട് അല്ലേ. ഇത് എനർജി കറൻസി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ് ATP. എല്ലാ ഓർഗാനിസത്തിനും ATPയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ട് ATP? എല്ലാ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിന് ലൈക്ക് അബ്സോർപ്ഷൻ, ട്രാൻസ്പോർട്ട്, മൂവ്മെൻറ്റ്, റീപ്രൊഡക്ഷൻ, ബ്രീത്തിങ്, എല്ലാത്തിനും എനർജി വേണം. സോ ദീസ് എനർജി ഹാസ് ടു ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ലാത്ത? ഫുഡാണ് റെസ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡാണ് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഫുഡാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ATP മോളിക്യൂളായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ എയറോബിക് ഓർഗാനിസം ആണ്, നമ്മൾ ഓക്സിജനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മുടെ റെസ്പിറേഷൻ കുറേ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും. റെസ്പിറേഷൻ പ്രോസസ്സിന് ഓക്സിജൻ കൂടിയേ തീരൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ATP സിന്തസിസിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ ആക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ മോളിക്യൂള് ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പിറേഷൻ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ വളരെ മിനിമം ലെവലിൽ നടക്കുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ഇനഫ് ഫോർ സർവൈവൽ. ഓക്കെ, അപ്പോൾ റെസ്പിറേഷൻ പർപ്പസ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ഓക്സിജൻ ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇറ്റ് വിൽ ബി ബ്രോക്കൺ ഡൗൺ into small compounds and by releasing ATP molecule. So substrate molecule break ചെയ്ത് ATP molecule produce in the presence of oxygen. ഇനി ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാതെ റെസ്പിറേഷൻ നടക്കാം. ദാറ്റ് ഈസ് ഇൻ certain organisms anaerobic organism. അനേറോബിക് ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. അവർക്ക് ഈ പറയുന്ന എന്താണ് ഓക്സിജൻ്റെ ആവശ്യമില്ല റെസ്പിറേഷൻ പർപ്പസിൽ. അവർ എനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെല്ലുലാർ റെസ്പിറേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമാണ് ബ്രീത്തിങ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഓ ബ്രീത്തിങ് അല്ലേ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അല്ല, ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റെപ്പ് ഓർ എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് വഴിയാണ് നമ്മൾ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ബ്രീത്തിങ് വഴിയാണ്. ഈ ബ്രീത്തിങ്ങിൽ എടുക്കുന്ന ഓക്സിജനെ യൂസ് ചെയ്യുന്ന റെസ്പിറേഷൻ പർപ്പസിലായതുകൊണ്ടാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് റെസ്പിറേഷൻ എന്ന് പറയാനുള്ള കാരണം. ഇനി ഏത് മോളിക്യൂളാണോ റെസ്പിറേഷനിൽ എൻ്റർ ചെയ്യുന്നത്, അതായത് നമ്മൾ പറഞ്ഞല്ലോ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഫുഡ് കഴിക്കും. ഏത് മോളിക്യൂളാണോ റെസ്പിറേഷൻ പർപ്പസിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഏത് ഫുഡ് മോളിക്യൂളാണോ റെസ്പിറേഷൻ പർപ്പസിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതിന് നമ്മൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നാ പറയാം. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് റെസ്പിറേഷൻ നടക്കുന്നത് പ്രോട്ടീൻസ് ആവാം, ഫാറ്റ് ആവാം, കാർബോഹൈഡ്രേറ്റ് ആവാം, ഓർഗാനിക് ആസിഡ് ആവാം, അതേപോലെ ഏത് സബ്സ്റ്റൻസ് വേണമെങ്കിലും റെസ്പിറേഷൻ പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ respiration in plants where the carbohydrate or starch molecule undergo respiration. എങ്ങനെയാണ് ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർച്ച് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു സൂക്രോസ് മോളിക്യൂൾ റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ മേജറായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി പ്ലാന്റ്സിന്റെ കേസിൽ അവരെങ്ങനെയാണ് ഓക്സിജൻ എടുക്കുന്നത്? നമ്മൾ പറഞ്ഞു നമ്മുടെ എയറോബിക് ഓർഗാനിസത്തിന്റെ കേസിൽ ഓക്സിജന്റെ റിക്വയർമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. എയറോബിക് ഓർഗാനിസത്തിന്റെ കേസിൽ ഓക്സിജന്റെ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു റെസ്പിറേറ്ററി ഓർഗൻ തന്നെ ഉണ്ട് അല്ലേ, ബ്രീത്തിങ് ഓർഗൻ തന്നെ ഉണ്ട്. നമ്മുടെ ബ്രീത്തിങ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? 2 നോസ്ട്രിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നെയ്സൽ പാസേജ് ഉണ്ട്, അതുപോലെ നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ലങ്സ് ഉണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു മെക്കാനിസം നടക്കാറുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മുടെ ബോഡി തന്നെ ഉണ്ട്. പക്ഷെ പ്ലാന്റ്സിന്റെ കേസിൽ അങ്ങനെ ഉണ്ടോ? അവർക്ക് ലങ്സ് ഉണ്ടോ? ഇല്ല. പ്ലാന്റ്സിന് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഒന്നുപോലെ സ്റ്റെമ്മിന്റെ സർഫസിൽ കൂടെ അല്ലെങ്കിൽ ലീഫിന്റെ സർഫസിൽ കൂടെയാണ് നടക്കുക. സാധാരണ പ്ലാന്റ്സിന് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ലീഫിന്റെ സർഫസിൽ കൂടെയാണ്. ട്രാൻസ്പിരേഷൻ വഴി സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് അതാണ് മേജർ ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച്
ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സിൻ്റെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ഓക്സിജൻ ആണ്. ഈ ഓക്സിജൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആ റെസ്പിറേഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അതിന് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്നാലും നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് പകൽ സമയത്താണ്, റെസ്പിറേഷൻ നടക്കുന്ന സാധാരണ പകൽ സമയത്ത് നടക്കും, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നടക്കും അല്ലേ. അതിന് പകൽ സമയമോ രാത്രി സമയമോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഈ പ്ലാന്റ്സിൻ്റെ കേസിൽ ഓക്സിജനൊക്കെ എടുത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഓക്സിജൻ രാത്രി സമയത്ത് നമുക്ക് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മരത്തിൻ്റെ ഇടയിലൊന്നും രാത്രി പോയി നിൽക്കുന്നതുകൊണ്ട് ഓക്സിജൻ റിസീവ് ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇനി ഈ റെസ്പിറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഫ്ലോട്ടിംഗ് റെസ്പിറേഷനും ഉണ്ട്, പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷനും ഉണ്ട്. ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് സാധാരണ സബ്സ്ട്രേറ്റ് റെസ്പിറേഷൻ നടക്കുന്നതിനെയാണ്, അതായത് ഫാറ്റും കാർബോഹൈഡ്രേറ്റും. നമ്മൾ പ്രോട്ടീൻ റെസ്പിറേഷൻ നടക്കും എന്ന് പറഞ്ഞെങ്കിലും പ്രോട്ടീൻ്റെ റെസ്പിറേഷൻ നടക്കുന്നതൊക്കെ വളരെ സ്റ്റാർവിങ് കണ്ടീഷനിലാണ് കേട്ടോ. നമ്മൾ വല്ലാതെ സ്റ്റാർവ് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമാണ് പ്രോട്ടീൻ്റെ റെസ്പിറേഷൻ നടക്കുകയുള്ളൂ. അതിന് പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ എന്നാ പറയാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രോട്ടോപ്ലാസത്തിൽ കാണുന്ന പ്രോട്ടീനെ എല്ലാം റെസ്പയർ ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ അതിനകത്ത് സബ്സ്ട്രേറ്റ് പ്രോട്ടീനാണ്. പ്രോട്ടോപ്ലാസിൽ എന്താണ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ഉണ്ട്, എൻസൈമാറ്റിക് പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ കുറേ പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. അതിനെയൊക്കെ റെസ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോപ്ലാസം നശിച്ചു പോകും. അതുകൊണ്ടാണ് പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ എന്ന് പറയാനുള്ള കാരണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെസ്പിറേഷൻ ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ അത് സാധാരണ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അതിനകത്ത് സബ്സ്ട്രേറ്റ് ഫാറ്റും കാർബോഹൈഡ്രേറ്റും ആയിരിക്കും. പ്രോട്ടീനാണ് റെസ്പിറേഷൻ നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ എന്നാ പറയുക. കാരണം പ്രോട്ടോപ്ലാസത്തിൻ്റെ കണ്ടന്റാണ് മേജർലി ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാധാരണ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ആദ്യം റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിലാണ് നമ്മൾ ഫാറ്റ് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കാണുക കേട്ടോ. ഫാറ്റ് വെൻ കാർബോഹൈഡ്രേറ്റ് സപ്ലൈ ഈസ് എക്സോസ്റ്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ സപ്ലൈ എക്സോസ്റ്റ് ആകുമ്പോൾ മാത്രമാണ് ഫാറ്റ് എടുക്കുക. ഫാറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റി ഫാറ്റി ആസിഡ് അസറ്റൈൽ കോഎൻസൈം എയിലേക്ക് എൻ്റർ ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം അത്. അതേപോലെ കാർബോഹൈഡ്രേറ്റ് ആണ് മോസ്റ്റ് കോമൺ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഗ്ലൂക്കോസാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫ്രക്ടോസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ പ്രോട്ടീൻ്റെ റെസ്പിറേഷൻ സാധാരണ നമ്മൾ പറഞ്ഞു അത് പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷനാന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രോട്ടീൻ്റെ റെസ്പിറേഷൻ ചില സീഡ്സിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ജെർമിനേഷൻ ഓഫ് പ്രോട്ടീൻ റിച്ച് സീഡ്സ് ആൻഡ് സ്പോർട്സ്. പ്രോട്ടീൻ റിച്ച് സീഡ്സിലും സ്പോർട്സിലും ഒക്കെ പ്രോട്ടീൻ്റെ റെസ്പിറേഷനാണ് നടക്കുക. ഓക്കെ, അതേപോലെ ഈ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് പെട്ടെന്ന് പോയി. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിവൃത്തിയില്ലാത്തൊരു സമയത്ത് മാത്രമാണ് പ്രോട്ടീൻ എടുക്കുകയുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. റെസ്പിറേഷൻ നടക്കുന്നത് സാധാരണ ഏത് സെല്ലിലാണോ എനർജി വേണ്ടത് ആ സെല്ലിലൊക്കെയാണ് റെസ്പിറേഷൻ നടക്കുക. റെസ്പിറേഷൻ നടക്കുന്ന ഒന്നുപോലെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ നടക്കുക, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ നമുക്ക് റെസ്പിറേഷൻ നടക്കുന്ന കാണാൻ കഴിയും. ഇനി ബാക്ടീരിയയുടെ ഒക്കെ കേസിലാണെങ്കിൽ മീസോസോമിലും ഒക്കെ റെസ്പിറേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ സൈറ്റോപ്ലാസിലും മൈറ്റോകോൺട്രിയയിലും ആയിരിക്കും യൂക്യാരിയോട്ടിക് സെല്ലിൽ റെസ്പിറേഷൻ നടക്കുന്നതെങ്കിൽ മീസോസോമിലായിരിക്കും പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ റെസ്പിറേഷൻ നടക്കുക. റെസ്പിറേഷൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡാണ്, യൂസ് ചെയ്യുന്നത് ഓക്സിജനാണ്. പ്ലാന്റ്സിൻ്റെ കേസിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്ന ലീഫിൻ്റെ സർഫസിൽ കൂടെ അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ സർഫസിൽ കൂടെയാണ്. ലീഫിൻ്റെ സർഫസിൽ കൂടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമേറ്റോ വഴിയും, സ്റ്റെമ്മിൻ്റെ സർഫസിൽ കൂടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ലെൻറ്റിസെൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴി ആണ് കേട്ടോ. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ റെസ്പിറേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് നോക്കാം ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത എത്ര കാലറി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 686 കിലോ കാലറി
എനർജി ആയിരിക്കും ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് ഉണ്ടാവുക. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി 686 കിലോ കാലറി എനർജി ആയിരിക്കും, അല്ലെങ്കിൽ 2870 കിലോ ജൂൾ. ഒരു കാലറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ് കേട്ടോ, 4.186 ജൂൾ. അപ്പോൾ 686 കിലോ കാലറി ഓർ 2870 കിലോ ജൂൾ. ഒരു ATP മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് 8.15 കിലോ കാലറി എനർജി വേണം. ഒരു ATP മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് 8.15 കിലോ കാലറി എനർജി വേണ്ടി വരും. Okay, now we will see how the respiration occurs in the case of glucose molecule. ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ റെസ്പിറേഷൻ നടക്കുന്നത് മേജർലി രണ്ട് ഭാഗത്തായിട്ടാണ്, ഒന്ന് സൈറ്റോപ്ലാസത്തിലും ഒന്ന് മൈറ്റോകോൺട്രിയയിലും. സൈറ്റോപ്ലാസത്തിൽ ഓക്സിജൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും അവർക്ക് ഓക്സിജൻ യൂസ് ചെയ്യാതെ ഈവൻ ഓക്സിജൻ ഈസ് ആബ്സെൻറ്റ് ദ ഗ്ലൈക്കോളിസിസ് പ്രോസസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 3 കാർബൺ കോമ്പൗണ്ടായ പൈറുവിക് ആസിഡായി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്ലൈക്കോളിസിസ് പ്രോസസ് സൈറ്റോപ്ലാസത്തിലെ ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിലും നടക്കും. ഓക്കെ, ഇനി ഗ്ലൈക്കോളിസിസ് എങ്ങനെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് കണ്ടുപിടിച്ചതാണ്, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഈ പാത്വേ കണ്ടുപിടിച്ചത് എംബഡൻ, മേയർഹോഫ്, പർനാസ്, ഈ 3 സയന്റിസ്റ്റ് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ EMP പാത്വേ എന്ന് പറയും. ഇത് എയറോബിക് ഓർഗാനിസത്തിലും അനേറോബിക് ഓർഗാനിസത്തിലും നടക്കുന്ന ഒരു റെസ്പിറേഷൻ പ്രോസസ്സാണ്. എയറോബിക് ഓർഗാനിസത്തിലും അനേറോബിക് ഓർഗാനിസത്തിലും നടക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു റെസ്പിറേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് നടക്കുക. ഓക്കെ, ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പാർഷ്യലായിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്ലാന്റ്സിൽ ഡിറൈവ് ചെയ്യുന്ന സൂക്രോസ് മോളിക്യൂളിൽ നിന്നാണ്. എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സൂക്രോസ് മോളിക്യൂളാണ്. കാരണം എപ്പോഴും ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യില്ല, കാരണം ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഒരുപാട് കയറിപ്പോകും ഗ്ലൂക്കോസ് മോളിക്യൂളായിട്ട് ഉണ്ടാകുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് ഗ്ലൂക്കോസ് ഫ്രക്ടോസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു സൂക്രോസ് മോളിക്യൂളായിട്ടാണ് മാറുക. ഇനി ഈ സൂക്രോസ് മോളിക്യൂൾ എങ്ങനെ അത് ഗ്ലൈക്കോളിസിസിലേക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഗ്ലൈക്കോളിസിസ് സാധാരണ 10 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ്, ഒരു മെറ്റാബോളിക് റിയാക്ഷനാണ്. ഈ മെറ്റാബോളിക് റിയാക്ഷനിൽ 10 സ്റ്റെപ്പിൽ നടക്കുന്ന ഈ റിയാക്ഷനിൽ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് സൂക്രോസ് ആണ്. സൂക്രോസ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. അത് ഏത് എൻസൈമിന്റെ പ്രസൻസിലാണെന്ന് അറിയോ? ഇൻവെർട്ടേസിന്റെ പ്രസൻസിലാണ് കേട്ടോ. സൂക്രോസ് മോളിക്യൂൾ ഇറ്റ് വിൽ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവെർട്ടേസ് എൻസൈം. ഇതിനകത്ത് ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ ഗ്ലൈക്കോളിസിസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രക്ടോസ് മോളിക്യൂളും ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിലെ ഗ്ലൈക്കോളിസിസിലേക്ക് എൻ്റർ ചെയ്യാം. ഫ്രക്ടോസ് എന്ന് പറയുന്ന ആ സ്റ്റെപ്പിൽ നിന്ന് എൻ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഹിയർ ഗ്ലൂക്കോസ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6-phosphate. ദാറ്റ് ഈസ് എ ഫസ്റ്റ് റിയാക്ഷൻ in the presence of an enzyme, hexokinase enzyme or glucokinase enzyme. ഗ്ലൂക്കോസിനെ ഹെക്സോകൈനേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് 6-phosphate ആക്കി മാറ്റും. അതിനൊരു ATP മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഗ്ലൂക്കോസ് ഒരു ഫോസ്ഫേറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു അനാബോളിക് പ്രോസസ്സാണത്. ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇനോർഗാനിക് ഫോസ്ഫേറ്റും ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് മാറുന്നത്. ഇനി ഫോസ്ഫോ ഹെക്സോസ് ഐസോമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വന്നിട്ട് ഗ്ലൂക്കോസ് 6-phosphateനെ ഫ്രക്ടോസ് 6-phosphate ആക്കി മാറ്റും. അതായത് ഗ്ലൂക്കോസ് 6-phosphate ഒരു ഐസോമറാണ് ഫ്രക്ടോസ് 6-phosphate എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഫ്രക്ടോസ് 6-phosphate ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോ ഹെക്സോസ് ഐസോമറേസ്. ഇനി ഫ്രക്ടോസ് 6-phosphate വീണ്ടും ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഫ്രക്ടോസ് 1,6-bisphosphate ആക്കി കൺവേർട്ട് ചെയ്യും. ഫ്രക്ടോസ് 1,6-bisphosphate ആക്കി കൺവേർട്ട് ചെയ്യും. ഇതിനകത്ത് ഗ്ലൂക്കോസ് 6-phosphate ആകുന്നത് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. കാരണം ഗ്ലൂക്കോസ് 6-phosphate ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. ഗ്ലൂക്കോസ് 6-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതേപോലെ തന്നെ ഫ്രക്ടോസ് 6-phosphate ഫ്രക്ടോസ് 1,6-bisphosphate ആക്കി മാറ്റുന്നതും ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. തിരിച്ച് ആ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, സോ ഫ്രക്ടോസ് 1,6-bisphosphate ആക്കി മാറ്റുമ്പോഴും അവിടെ ഒരു അനാബോളിക് റിയാക്ഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഫ്രക്ടോസ് 1,6-bisphosphate ആകുമ്പോൾ ഒരു ഫോസ്ഫേറ്റുമായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു ATP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ എനർജി വെച്ചിട്ട് ഒരു ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്തിട്ടാണ് ഫ്രക്ടോസ് 1,6-bisphosphate ആയിട്ട് മാറുന്നത്. ഇനി ഫ്രക്ടോസ് 1,6-bisphosphate ആൽഡോലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിൽ 2 മോളിക്യൂൾ 2 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഈ ട്രയോസ് ഫോസ്ഫേറ്റ് 2 തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ഒന്ന് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമാണ്. ഗ്ലിസറാൽഡിഹൈഡ് 3
ഫോസ്ഫേറ്റിന് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൈക്കോളിസിസിൽ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലൈക്കോളിസിസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് നേരെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയി മാറിയാലാണ് അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൈക്കോളിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടാത്ത സ്റ്റേജിൽ ട്രയോസ് ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതല്ല ഗ്ലൈക്കോളിസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ചെയ്യുന്നത് ഏത് എൻസൈമിന്റെ പ്രസൻസിലാണെന്ന് വെച്ചാൽ ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ് എൻസൈമിന്റെ പ്രസൻസിലാണ്. ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ് എൻസൈം. ഇനി ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ അണ്ടർഗോ എ ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ ആൻഡ് എ റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, അത് ഫോസ്ഫോറിലേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ നോട്ട് റിഡക്ഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഒരു ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ നടക്കും, ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നിട്ട് അത് 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റെഡ്യൂസിങ് ഏജന്റും വേണം, അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ ഒരു ഡോണറും വേണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ്. ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ദാറ്റ് വിൽ കൺവേർട്ട് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് into 1,3 bis phosphoglyceric acid by reducing 1 NAD plus to NADH and H plus and by adding H3PO4. അപ്പോൾ 2 മോളിക്യൂൾ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 2 മോളിക്യൂൾ 1,3 bis phosphoglyceric acid ആവാൻ വേണ്ടിയിട്ട് in the presence of an enzyme glyceraldehyde phosphate dehydrogenase, they need 2 NAD plus and it will be converted to 2 NADH and H plus and 2 H3PO4 phosphoric acid ആണ് അവിടെ ഫോസ്ഫേറ്റ് ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 1,3 bis phosphoglyceric acid അതിന്റെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് തേർഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഫോസ്ഫേറ്റ് ഉള്ളൂ, അവിടെ ഒരു ഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്തു. അതാരാണ്? H3PO4 ആണ്. Now this 1,3 bis phosphoglyceric acid it will be converted into 3 phosphoglyceric acid. അതിന്റെ ഒരു ഫോസ്ഫേറ്റിനെ വിട്ടു കൊടുത്തിട്ട് അതൊരു കാറ്റബോളിക് റിയാക്ഷൻ നടന്ന് 1,3 bis phosphoglyceric acid 3 phosphoglyceric acid ആയിട്ട് മാറും. അതിന് മുമ്പിലത്തെ റിയാക്ഷൻ അനാബോളിക് റിയാക്ഷൻ ആണെങ്കിലും അതിന് ATP അല്ല യൂസ് ചെയ്യുന്നത്, H3PO4 ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു റെഡ്യൂസിങ് പവർ ഉണ്ടാവുകയാണ് ചെയ്യുക. NADH എന്ന് പറയുന്ന ഒരു റെഡ്യൂസിങ് പവർ ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ഈ NADH ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്, അതൊരു റെഡ്യൂസിങ് പവർ ആണ്, പവർ ഏജന്റ് തന്നെയാണ് അതും. ഓക്കെ, ഇനി 1,3 bis phosphoglyceric acid 3 phosphoglyceric ആസിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു കാറ്റബോളിക് റിയാക്ഷൻ നടന്ന് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഏത് എൻസൈമിന്റെ പ്രസൻസിലാണെന്ന് വെച്ചാൽ ഫോസ്ഫോഗ്ലിസറൈഡ് കൈനേസിന്റെ പ്രസൻസിലാണ്. ഫോസ്ഫോഗ്ലിസറൈഡ് കൈനേസ് that will convert 1 ADP molecule to 1 ATP. അപ്പോൾ ഇവിടെ നമുക്ക് 2 മോളിക്യൂൾ 1,3 bis phosphoglyceric acid 2 മോളിക്യൂൾ 3 phosphoglyceric acid ആവുന്നതുകൊണ്ട് 2 മോളിക്യൂൾ ADP 2 മോളിക്യൂൾ ATP ആയിട്ട് മാറും. ഇനി ഈ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അടുത്ത റിയാക്ഷനിലേക്ക് എൻ്റർ ചെയ്യും. ദാറ്റ് ഈസ് ഫോസ്ഫോഗ്ലിസറൈഡ് മ്യൂട്ടേസിന്റെ പ്രസൻസിലാണ്. ഫോസ്ഫോഗ്ലിസറൈഡ് മ്യൂട്ടേസിന്റെ പ്രസൻസിലാണ് അടുത്ത റിയാക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദാറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2 മോളിക്യൂൾ 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 2 മോളിക്യൂൾ 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, ഒരു വാട്ടർ മോളിക്യൂളിനെ റിലീസ് ചെയ്തുകൊണ്ട് ഈനോലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിൽ 2 മോളിക്യൂൾ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഈ 2 മോളിക്യൂൾ ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് പൈറുവേറ്റ് കൈനേസിന്റെ പ്രസൻസിൽ 2 ADPനെ 2 ATP ആക്കി മാറ്റിക്കൊണ്ട് ഒരു കാറ്റബോളിക് റിയാക്ഷൻ നടക്കുമ്പോൾ 2 പൈറുവിക് ആസിഡ് ആയിട്ട് അവിടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ 2 ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് 2 പൈറുവിക് ആസിഡ് ആകുമ്പോൾ 2 ATP സിന്തസൈസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഫസ്റ്റ് റിയാക്ഷൻ. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റ്, പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈം ദാറ്റ് വിൽ കൺവേർട്ട് ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ടു പൈറുവിക് ആസിഡ്. അതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ADP ആയിട്ട് മാറി. അപ്പോൾ ഒരു എനർജി മോളിക്യൂൾ യൂസ് ചെയ്തു. തേർഡ് സ്റ്റെപ്പിലും ഒരു എനർജി മോളിക്യൂൾ യൂസ് ചെയ്തു. പക്ഷേ അതിൻ്റെ 6th സ്റ്റെപ്പിലും അതുപോലെ 9th സ്റ്റെപ്പിലും 6th സ്റ്റെപ്പിലും അതുപോലെ 9th സ്റ്റെപ്പിലും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 2 ATP മോളിക്യൂൾ വീതം ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 ATP മോളിക്യൂൾസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. 4 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എത്ര ATP മോളിക്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്? 2 ATP മോളിക്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദെയർ വി ക്യാൻ സേ
the 2 ATP molecule, that is the net reaction product. 2 ATP molecule അവിടെ നെറ്റ് റിയാക്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇനി അവിടെ 2 NADH ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ, ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ 2 NAD പ്ലസിനെ 2 NADH ആക്കി മാറ്റിയിട്ടില്ലേ, ആ NADHും റെഡ്യൂസിങ് പവർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ദാറ്റ് NADH it can be converted in the form of ATP molecule. Okay, now this is the glycolysis process. ഈ ഗ്ലൈക്കോളിസിസ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന 2 പൈറുവിക് ആസിഡ്, ഈ 2 പൈറുവിക് ആസിഡ് it should not be deposited inside our cell. അത് ഡെപ്പോസിറ്റ് ആവാൻ പാടില്ല. ഒന്നുപോലെ it has to enter into aerobic breakdown or it has to enter into anaerobic breakdown. ഇനി ഇതിൻ്റെ അനേറോബിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ്. 2 തരത്തിലുള്ള ഫെർമെൻറ്റേഷനാണ് കാണുന്നത്. 2 തരത്തിലുള്ള ഫെർമെൻറ്റേഷനാണ് സാധാരണ കാണാറുള്ളത്. ഒന്ന് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ഒന്ന് ആൽക്കഹോൾ ഫെർമെൻറ്റേഷനാണ് കാണുക. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ കാണുന്നത് ഈസ്റ്റ് പോലത്തെ ഓർഗാനിസത്തിലാണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ കാണുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ മസിൽ സെല്ലിലൊക്കെ ലാക്റ്റിക് ആസിഡ് സ്കെലറ്റൽ മസിൽസിലൊക്കെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലേക്ക് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എനർജി ഒന്നും പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. ആദ്യം ഉണ്ടായ എനർജി മാത്രമേ ഉള്ളൂ. ഏത് എനർജിയാണ്? 2 ATP മോളിക്യൂളും 2 NADHും ഉണ്ടായിട്ടില്ലേ, ആ NADHനെ ഇവിടെ യൂസ് ചെയ്ത് കളയും ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ. അപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് പൈറുവിക് ആസിഡ് എത്തനോളായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പൈറുവിക് ആസിഡ് 2 സ്റ്റെപ്പിലായിട്ടാണ് എത്തനോളായിട്ട് മാറുന്നത്. പൈറുവിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് എൻസൈം. പൈറുവിക് ആസിഡ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിനകത്ത് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്ത് നമുക്കൊരു 2 കാർബണുള്ള അസറ്റാൽഡിഹൈഡ് മോളിക്യൂളായിട്ട് മാറിയേക്കുന്നതാണ്. 2 മോളിക്യൂളുള്ള അസറ്റാൽഡിഹൈഡ് മോളിക്യൂളായിട്ട് മാറിയേക്കുന്നതാണ്. ഈ 2 അസറ്റാൽഡിഹൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 2 NADH, ഇൻ ദ പ്രസൻസ് ഓഫ് 2 NADH, ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എത്തനോൾ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ടോട്ടൽ റിയാക്ഷനിൽ ഇത് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 59 കിലോ കാലറിയാണ്. അതായത് ഗ്ലൈക്കോളിസിസിലും അതുപോലെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലും കൂടി കൂടിയിട്ട് അത് ആ 59 കിലോ കാലറി എനർജി ഉപയോഗിച്ചിട്ട് അവർക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന 2 ATP മോളിക്യൂളാണ്. അപ്പോൾ പൈറുവിക് ആസിഡ് പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഡീകാർബോക്സിലേഷൻ നടന്ന ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിട്ട് ഒരു അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറും, 2 അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറും. ഈ 2 അസറ്റാൽഡിഹൈഡ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിലും 2 NADHന്റെ പ്രസൻസിലും എത്തനോളും അതുപോലെ തന്നെ 59 കിലോ കാലറി എനർജി ആയിരിക്കും അതിന്റെ അവസാനം ഉണ്ടാവുക. അത് 2 ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ആഫ്റ്റർ ഫെർമെൻറ്റേഷൻ വി ക്യാൻ സി only 2 ATP molecule is the product of fermentation. ഇനി നമുക്ക് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സാധാരണ അത് മസിൽ സെൽസിലാണ് നടക്കുന്നത്. പൈറുവിക് ആസിഡ് 2 പൈറുവിക് ആസിഡ് ഉണ്ടല്ലോ, 2 പൈറുവിക് ആസിഡ് 2 NADHനെ യൂസ് ചെയ്തിട്ട് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ ലാക്റ്റിക് ആസിഡും NAD പ്ലസും അതുപോലെ 36 കിലോ കാലറി എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതും 2 ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യാനുള്ളതുള്ളൂ. അതാണ് നമ്മൾ കണ്ട 2 ATP മോളിക്യൂൾ. അത് ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്നതാണ് ആ ATP മോളിക്യൂൾ കേട്ടോ. ഏതെങ്കിലും ആ കിലോ കാലറി ആ 2 ATP മോളിക്യൂൾ ഉണ്ടാകുന്ന ഡീഫോസ്ഫോറിലേഷൻ നടക്കുമല്ലോ, ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടു 36 കിലോ കാലറി അഡീഷണൽ ആയിട്ട് 2 ATPയുടെ കൂടെ ഉണ്ടാകുന്നില്ലേ, അത് അങ്ങനെ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്നതല്ല. ടോട്ടൽ ഗ്ലൈക്കോളിസിസിൽ അനേറോബിക് ഫെർമെൻറ്റേഷനിൽ ടോട്ടൽ ഉണ്ടാകുന്നതാണ് 36 കിലോ കാലറി എനർജി, 59 കിലോ കാലറി എനർജി. 2 കേസിലും 2 ATPനെ അതിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 കേസിലും 2 NADHനെ അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 റിയാക്ഷൻസ് ഓർത്തിരുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. ഓർ ദിസ് പൈറുവിക് ആസിഡ് ഇറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ടു എയറോബിക് റെസ്പിറേഷൻ. ഇതിനെ എയറോബിക് റെസ്പിറേഷനിലും എൻ്റർ ചെയ്യാം. എയറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ദിസ് ഹാസ് ടു എൻ്റർ ഇൻസൈഡ് ദ മൈറ്റോകോൺട്രിയ. നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുക. മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ മാട്രിക്സിന്റെ ഉള്ളിലാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുക. സോ ഫോർ ദാറ്റ് ദിസ് പൈറുവിക് ആസിഡ് ഇറ്റ് ഹാസ് ടു എൻ്റർ ഇൻസൈഡ് ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് അത് അടുത്ത റിയാക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്നാണ് പറയാം. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, എയറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു ലിങ്ക് റിയാക്ഷൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈറുവിക് ആസിഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്ട്രേറ്റ് മാട്രിക്സിലില്ല. അതുകൊണ്ട് തന്നെ പൈറുവിക് ആസിഡിനെ ക്രെബ്സ് സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിളിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയോ, ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ മോളിക്യൂൾ ആസ് അസറ്റൈൽ കോഎൻസൈം എ. അപ്പോൾ പൈറുവിക് ആസിഡ് ഉണ്ടായത് എന്തായാലും 2 മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലേക്ക് തന്നെ എൻ്റർ
ചെയ്യും? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലേക്ക് പൈറുവിക് ആസിഡ് 2 എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം, പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ അത് വന്നിട്ട് ഒരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടത്തും, അതേപോലെ തന്നെ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തും, അതേപോലെ ഒരു കോഎൻസൈം എയും ആഡ് ചെയ്യും. കാരണം പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് എൻസൈമിൻ്റെ കുറേ ഡെറിവേറ്റീവ്സ് ഉണ്ടല്ലോ, അതിനകത്ത് കാണുന്ന കുറേ അഡീഷണൽ മോളിക്യൂളാണ് ഇത്രയും ആക്ടിവിറ്റീനെ അതിന് ചെയ്യാൻ സഹായിക്കുന്നത്. കാരണം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് Mg2+, മഗ്നീഷ്യം ഉണ്ട്, അതേപോലെ തന്നെ വിറ്റാമിൻ B1 ഒരു ഡെറിവേറ്റീവ് ഉണ്ട്, അതായത് തൈമിൻ പൈറോ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിനകത്തുണ്ട്, അതുപോലെ ലിപ്പോയിക് ആസിഡ് ഉണ്ട്, ട്രാൻസ് അസറ്റൈലേസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ അഡീഷണൽ മോളിക്യൂളാണ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസിൻ്റെ കൂടെ കാണുന്ന അഡീഷണൽ കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം കൂടി പൈറുവിക് ആസിഡിനെ അസറ്റൈൽ കോഎൻസൈം എ ആക്കി മാറ്റും. ഇങ്ങനെ ഈ ഒരു റിയാക്ഷനിൽ കോഎൻസൈം എ എന്ന് പറയുന്നത് വിറ്റാമിൻ B3 ഡെറിവേറ്റീവ് ആണ് കേട്ടോ. നിയാസിൻ വിറ്റാമിൻ B3 ഡെറിവേറ്റീവ് ആണ്, അതായത് നിയാസിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഈ നിയാസിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോഎൻസൈം എയും NAD+നെ NADHും H+ഉം ആക്കി കൺവേർട്ട് ചെയ്ത് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്ത് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ ഒരു റിയാക്ഷൻ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് TCA സൈക്കിൾ, അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള, അല്ലെങ്കിൽ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളും തമ്മിലുള്ള ഒരു കണക്ഷൻ ലിങ്ക് ആണ് ഈ പറയുന്ന റിയാക്ഷൻ, പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറുന്നത്. ഈ അസറ്റൈൽ കോഎൻസൈം എ 2 കാർബൺ കോമ്പൗണ്ടിന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം, ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാം. സോ ഹിയർ ദർ ഈസ് എ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വിച്ച് ക്യാൻ ഫിക്സ് ദിസ് 2 carbon compound acetyl coenzyme A, that is oxaloacetic acid. Oxaloacetic acid എന്ന് പറയുന്ന ഒരു 4 കാർബണുള്ള കോമ്പൗണ്ട് ആണ്. ഈ 4 കാർബണുള്ള കോമ്പൗണ്ട് സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ സിട്രിക് ആസിഡ് ആയിട്ട് മാറും ബൈ കമ്പൈനിങ് വിത്ത് അസറ്റൈൽ കോഎൻസൈം എ. അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഈ 4 കാർബൺ കോമ്പൗണ്ട് 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ഉണ്ടാവും ഇൻ ദ പ്രസൻസ് ഓഫ് സിട്രേറ്റ് സിന്തേസ്. ഇനി ഈ സിട്രിക് ആസിഡ് ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സിട്രിക് ആസിഡ് ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ഐസോസിട്രേറ്റ് സിട്രിക് ആസിഡ് ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്ന അക്കോണിറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിലാണ് കേട്ടോ. അക്കോണിറ്റേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിലാണ്. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമിന്റെ പ്രസൻസിൽ അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമിന്റെ പ്രസൻസിൽ ഒരു ഡീകാർബോക്സിലേഷനും അതുപോലെ ഒരു റിഡക്ഷൻ റിയാക്ഷനും നടക്കുന്നുണ്ട്. അതായത് സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, ഡീകാർബോക്സിലൈസ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്ത് 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഒരു NAD+നെ NADH ആയിട്ട് റിഡ്യൂസ് ചെയ്യിപ്പിച്ച് അത് സ്വന്തം ഓക്സിഡൈസ് ചെയ്യും. സോ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറും. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജിനേസിന്റെ പ്രസൻസിൽ ഇവിടെ 2 ഐസോസിട്രിക് ആസിഡ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഐസോസിട്രേറ്റ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ 2 സിട്രിക് ആസിഡ് ഉണ്ട്. കാരണം എന്താ, 2 അസറ്റൈൽ കോഎൻസൈം എ എൻ്റർ ചെയ്തു. 2 അസറ്റൈൽ കോഎൻസൈം എ 2 ഓക്സാലോഅസറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ 2 സിട്രിക് ആസിഡ് ആയി. 2 സിട്രിക് ആസിഡ് 2 ഐസോസിട്രേറ്റ് ആയിട്ട് മാറി. ഈ 2 ഐസോസിട്രേറ്റ് 2 ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന NAD+, 2 NAD+, 2 NADH ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി 2 ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് 5 കാർബൺ കോമ്പൗണ്ട് ഓരോന്നിന്നും ഓരോ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് 2 NAD+നെ 2 NADH ആക്കി മാറ്റി 2 GDPനെ 2 GTP ആക്കി മാറ്റിയിട്ട് സക്സിനിക് ആസിഡ് ആയിട്ട് മാറും. ഇത് 2-3 സ്റ്റെപ്പ് അതിൻ്റെ ഇടയിലുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിനെ സക്സിനൈൽ കോഎൻസൈം എ ആക്കി മാറ്റും. അത് ഡീകാർബോക്സിലേഷനും അതുപോലെ തന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈം എ ആയിട്ട് മാറുമ്പോൾ നമുക്ക് കാണാം ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തു, ഒരു 2 NAD+, 2 NADH ആൻഡ് H+ ആയിട്ട് മാറി. അതേപോലെ തന്നെ ഒരു കോഎൻസൈം 2 കോഎൻസൈം എ ആഡ് ചെയ്ത് 2 സക്സിനൈൽ കോഎൻസൈം എ ആയിട്ട് മാറി. ഈ 2 സക്സിനൈൽ കോഎൻസൈം എ 2 സക്സിനിക് ആസിഡ് ആയിട്ട് മാറി. 2 സക്സിനൈൽ കോഎൻസൈം എ 2 സക്സിനിക് ആസിഡ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം
succinyl synthetase enzyme. Succinyl synthetase enzyme ന്റെ പ്രസൻസിൽ succinyl coenzyme A succinic acid ആയിട്ട് മാറി. അവിടെ 2 GDP 2 GTP ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ Krebs സൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് പിന്നെ 4 NADH കിട്ടി, 2 GTP കിട്ടി. ഈ 2 GTP ഇന്റർ കൺവേർട്ടബിൾ ഫോം ഓഫ് ATP ആണ് കേട്ടോ. 2 GTP നെ വേഗം നമുക്ക് 2 ATP ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ 2 സക്സിനിക് ആസിഡ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ 2 FAD നെ 2 FADH2 ആക്കി മാറ്റിക്കൊണ്ട് 2 മാലിക് ആസിഡ് ഉണ്ടാവും. ഈ 2 മാലിക് ആസിഡ് മാലൈറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ പ്രസൻസിൽ 2 NAD പ്ലസിനെ 2 NADH ആക്കി മാറ്റിക്കൊണ്ട് ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് വീണ്ടും മാറിയിട്ടുണ്ടാവും. സോ ഹിയർ വി ക്യാൻ സി അടുത്ത റിയാക്ഷനിൽ അപ്പോൾ നമ്മൾ 2 GTP വരെ പറഞ്ഞല്ലോ, പിന്നെ നമുക്ക് 2 FADH2 കിട്ടി, 2 NADH കിട്ടി. അപ്പോൾ ടോട്ടലായിട്ട് Krebs സൈക്കിളിൽ നമുക്ക് എത്ര എനർജി മോളിക്യൂൾ കിട്ടി? 2 NADH ഇതാ ഇവിടെ കിട്ടി, 2 NADH ഇവിടെ കിട്ടി, 2 2 4, 4 2 6 NADH കിട്ടി. എത്ര FADH2 കിട്ടി? ഈ FADH2 ഒരു റെഡ്യൂസിങ് പവർ ആണ് കേട്ടോ. 2 FADH2 കിട്ടി, 2 ATP മോളിക്യൂൾ കിട്ടി, ലിങ്ക് റിയാക്ഷനിലും കിട്ടി നമുക്ക് 2 NADH, അതേപോലെ ഗ്ലൈക്കോളിസിസിലും കിട്ടി നമുക്ക് 2 NADH. സോ ഹിയർ വി ക്യാൻ സേ ദ നെറ്റ് പ്രൊഡക്ഷൻ ഓഫ് ATP ഇൻ ദ ഗ്ലൈക്കോളിസിസ് ഇറ്റ് ഈസ് 2 and in the Krebs cycle it is 2, and we can see the reducing power which is formed in glycolysis is 2 NADH, link reaction 2 NADH, Krebs cycle 6 NADH and 2 FADH2 and 2 GTP മോളിക്യൂൾ. ATP മോളിക്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും റെഡ്യൂസിങ് പവറുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ ഈ ഇത്രയും ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആകെ കിട്ടിയത് 4 ATP മോളിക്യൂൾ മാത്രമാണ് നമുക്ക് ആകെ കിട്ടിയത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടമല്ലേ? അപ്പോൾ എന്താണ് ഈ റെഡ്യൂസിങ് പവേഴ്സ് ഒക്കെ ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ATP മോളിക്യൂൾ. ആ റെഡ്യൂസിങ് പവർ ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു എൻ്റർ ഇൻ ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടന്നിട്ടാണ് എന്താവുന്നത്? റിഡ്യൂസിങ് പവേഴ്സ് ഒക്കെ ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇരിക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ NADH നിന്നും FADH2 നിന്നും ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോഴാണ് പിന്നെ ATP മോളിക്യൂൾ ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് വി വിൽ സീ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ സീൻ ഇൻ ദ മൈറ്റോകോൺട്രിയൽ ഇന്നർ മെംബ്രെയിൻ. ഇവിടെ ഇതാ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പൈറുവിക് ആസിഡ് 4 NAD പ്ലസ് 1 FAD പ്ലസ് 2 H2O, ഒരു ADP, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ നടക്കുന്ന റിയാക്ഷനായിട്ട് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൻ്റെ ഉള്ളിലാണ് ലിങ്കിങ് റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പൈറുവിക് ആസിഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 NAD പ്ലസ് 2 FAD പ്ലസ് 4 വാട്ടർ മോളിക്യൂള്, അതുപോലെ തന്നെ 2 ADP, 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, അതേപോലെ 6 കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ 8 NADH ആയിട്ട് മാറും. അതേപോലെ 4H പ്ലസ് എന്നുള്ളത് 8H പ്ലസ് ആയിരിക്കും. 2 FADH2, 2 ATP മോളിക്യൂൾ, ഇത്രയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ എത്ര NADH ഉണ്ടാവും എന്ന് ചോദിച്ചാൽ Krebs സൈക്കിളിൽ എത്ര NADH ഉണ്ടാവും എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ടോട്ടൽ, അതായത് ലിങ്ക് റിയാക്ഷനിലും Krebs സൈക്കിളിലും കൂടി കൂടിയിട്ട്. Krebs സൈക്കിളിലാണെങ്കിൽ അവർ സെപ്പറേറ്റ് ചോദിക്കും. Krebs സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിളിൽ നിന്ന് സെപ്പറേറ്റ് ചോദിക്കും. അന്നേരം മാത്രം Krebs സൈക്കിളിൽ മാത്രം ഉള്ളത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ FADH2 Krebs സൈക്കിളിലാണോ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ Krebs സൈക്കിൾ. അതേപോലെ സാധാരണ FADH2 ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ വിച്ച് ഓൾ സ്റ്റെപ്പ് സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആവുന്ന സമയത്താണ് ഈ FADH2 ഉണ്ടാകുന്നത്. അതേപോലെ ചിലപ്പോൾ GTP ഉണ്ടാകുന്നത് സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോഴാണ് ശരിക്കും GTP ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോഴാണ് GTP മോളിക്യൂൾ ഉണ്ടാകുന്നത്. സാധാരണ അങ്ങനെ ചോദിക്കാറുള്ളൂ. ഇനിയിപ്പോൾ എങ്ങാനും കുറച്ച് ഡീപ്പായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോഴാണ് GTP ഉണ്ടാവുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ പറയുന്ന NADHും FADH2 ഒക്കെ ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആകെ ഉള്ളത് 4 ATP മോളിക്യൂൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ 3 ഭാഗങ്ങൾ, അതായത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനും ഇന്റർ മെംബ്രെയിൻ സ്പേസും മാട്രിക്സും, ഈ 3 റീജിയനിലായിട്ടാണ് ഇവിടുത്തെ എല്ലാ റിയാക്ഷൻസും നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നർ മെംബ്രെയിനിലാണ് ഈ എല്ലാ എൻസൈംസും വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് അല്ലെങ്കിൽ എല്ലാ കോംപ്ലക്സസും വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇരിക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഇരിക്കുന്നത്
ഇന്നർ മെംബ്രെയിനിലാണ്. ഇന്നർ മെംബ്രെയിനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വഴി ഈ റെഡ്യൂസിങ് പവർ ആയിട്ടുള്ള NADHൻ്റെയും FADH2ൻ്റെയും ഇലക്ട്രോൺസ് പാസ് ചെയ്യും. ആ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവർ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് എനർജി ഉണ്ട്. അത് ഒരു തരം പമ്പിങ് മെക്കാനിസം വഴി ഹൈഡ്രജൻ പമ്പ് ചെയ്ത് വിടുന്ന പോലെ കുറച്ച് ഹൈഡ്രജൻ്റെ അക്യുമുലേഷൻ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ ഉണ്ടാക്കി ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കിയിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ATPയുടെ സിന്തസിസ് നടക്കുന്നത്. നമ്മുടെ ഫോട്ടോസിന്തസിസിലെ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും കേട്ടോ. സോ ഹിയർ ഫസ്റ്റ് വി വിൽ സി വിച്ച് ആർ ദ കോംപ്ലക്സസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കാണുന്നത് 5 കോംപ്ലക്സസ് ആണ്. കോംപ്ലക്സ് 1, 2, 3, 4, 5. ഓക്കെ, ഇതിനകത്ത് കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് NADH-UQ റിഡക്റ്റേസ്, അതാണ് കോംപ്ലക്സ് 1. കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് സക്സിനേറ്റ് UQ റിഡക്റ്റേസ്. കോംപ്ലക്സ് 3 UQH2 സൈറ്റോക്രോം C റിഡക്റ്റേസ്. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ്. അതുപോലെ കോംപ്ലക്സ് 5 ദാറ്റ് ഈസ് ഓക്സിസോം കോംപ്ലക്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. NADH-UQ റിഡക്റ്റേസ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഈ അയൺ സൾഫർ വരെ ഉള്ളതാണ് NADH-UQ റിഡക്റ്റേസ് എന്ന് പറയുന്നത് കേട്ടോ. NADH-UQ റിഡക്റ്റേസ് എന്ന് പറയുന്ന കോംപ്ലക്സിലേക്ക് NADHൻ്റെ ഒരു ഹൈഡ്രജനും NADയുടെ ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്ത ആ ഹൈഡ്രജനും കൂടി 2 ഹൈഡ്രജൻ ഇവിടെ FMN എന്ന് പറയുന്ന ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്ന ഈ NADH-UQ റിഡക്റ്റേസിന്റെ ഒരു കമ്പോണന്റിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു H+ എടുക്കും, അതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജനും ഇതിൻ്റെ ഒരു ഇലക്ട്രോണും എടുത്തിട്ട് ഇത് NAD+ ആയിട്ട് മാറും. അപ്പോൾ ആ 2 ഹൈഡ്രജൻ FMN വഴി പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് 2 ഇലക്ട്രോണിനെ നെക്സ്റ്റ് അയൺ സൾഫർ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ഇലക്ട്രോണിനെ മാത്രമേ കടത്തിവിടുള്ളൂ. അതൊരിക്കലും എന്തിനെ കടത്തിവിടില്ല? ഹൈഡ്രജനെ കടത്തിവിടില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് 2 ഇലക്ട്രോണിനെ ഇതിങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് 2 പ്രോട്ടോണിനെ അത് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വിടും. 2 പ്രോട്ടോണിനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വിടും. എന്നിട്ട് ആ ഇലക്ട്രോൺ നമ്മൾ NADHന്റെ മാത്രമാണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. FADH2 സെക്കൻഡ് ടൈം ഞാൻ പറഞ്ഞുതരാം. ആ ഇലക്ട്രോൺസ് അയൺ സൾഫറിൽ നിന്ന് നെക്സ്റ്റ് അയൺ സൾഫറിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് അത് എൻ്റർ ചെയ്യുന്ന യുബിക്യുനോൺ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ കാരിയറിലേക്കാണ്. യുബിക്യുനോൺ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത ആ യുബിക്യുനോൺ ഹൈലി റിഡ്യൂസ്ഡ് ആയിട്ട് പോകും. 2 വല്ലാത്ത മൈനസ് ചാർജ് ഉള്ള പോലെയാവും യുബിക്യുനോണിന്. അപ്പം എന്താ ചെയ്യുന്നറിയോ? ഈ യുബിക്യുനോൺ 2 പ്രോട്ടോണിനെ മാട്രിക്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. 2 പ്രോട്ടോണിനെ മാട്രിക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 ഹൈഡ്രജനായിട്ട് മാറും. കാരണം എന്താ? 2H+ 2 ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്ത് 2 ഹൈഡ്രജനായിട്ട് മാറും. അപ്പോൾ അത് UQH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ UQH2ന്റെ തൊട്ടടുത്തിരിക്കുന്നത് 3ാമത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള UQH2 സൈറ്റോക്രോം C റിഡക്റ്റേസിന്റെ ഫസ്റ്റ് സബ് യൂണിറ്റ് ആണ്. അത് സൈറ്റോക്രോം B ആണ്. ഈ സൈറ്റോക്രോം B ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. അതുകൊണ്ട് തന്നെ UQH2ന്റെ 2 ഇലക്ട്രോണിനെ സൈറ്റോക്രോം B എടുക്കും. അപ്പോൾ എന്തായി? 2 പ്രോട്ടോൺ ഇവിടെ ഫ്രീ ആയി. ആ 2 പ്രോട്ടോണിനെ എങ്ങോട്ട് പമ്പ് ചെയ്യും? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. എന്നിട്ട് ആ 2 ഇലക്ട്രോൺ സൈറ്റോക്രോം B വഴി അയൺ സൾഫറിലെത്തും. അയൺ സൾഫറിൽ നിന്ന് അടുത്ത യുബിക്യുനോണിലേക്ക് എത്തും. UQH2 സൈറ്റോക്രോം C റിഡക്റ്റേസിന്റെ ഭാഗങ്ങളാണ് സൈറ്റോക്രോം B, അയൺ സൾഫർ, UQH2 ആൻഡ് സൈറ്റോക്രോം C1. ഓക്കെ, അപ്പോൾ ഈ 2 ഇലക്ട്രോണിന് ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള യുബിക്യുനോണിലേക്ക് എടുത്തു കഴിയുമ്പോൾ യുബിക്യുനോൺ ഹൈലി റിഡ്യൂസ്ഡ് ആവും. യുബിക്യുനോൺ 2H+ എവിടെ നിന്ന് എങ്ങോട്ട് എടുക്കും? മാട്രിക്സിൽ നിന്ന് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് എടുക്കും. അവിടെ ഇട്ടേക്കുന്ന ആരോമാർക്ക് നേരെ തിരിച്ചാണ് ഇങ്ങോട്ടാണ് ഇടേണ്ടത് കേട്ടോ. 2H+ ഇങ്ങോട്ട് UQ എടുക്കും, അത് UQH2 ആയിട്ട് മാറും. ഈ UQH2ന്റെ തൊട്ടടുത്തിരിക്കുന്ന സൈറ്റോക്രോം C1 ഉം സൈറ്റോക്രോം Cയും ഈ ഇന്നർ മെംബ്രെയിന്റെ പെരിഫറിയിലേക്ക് ഇരിക്കുന്ന 2 സബ് യൂണിറ്റ് ആണ് കേട്ടോ, 2 പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഈ UQH2 സൈറ്റോക്രോം C1ലേക്ക് 2 ഇലക്ട്രോണിനെ മാത്രം പാസ് ചെയ്ത് 2 പ്രോട്ടോണിനെ വീണ്ടും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വിടും. ഈ സൈറ്റോക്രോം C1 അടുത്ത കോംപ്ലക്സ് ആയ സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ്, അതിനകത്ത് സൈറ്റോക്രോം Cയിലേക്ക് 2 ഇലക്ട്രോണിനെ വിടും. ഈ സൈറ്റോക്രോം Cയിലേക്ക് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇലക്ട്രോൺ വിൽ ബി ആക്സെപ്റ്റഡ് ബൈ ദ നെക്സ്റ്റ് കോംപ്ലക്സ് ആസ് ഫോർത്ത് കോംപ്ലക്സ് സൈറ്റോക്രോം A ആൻഡ് A3. സൈറ്റോക്രോം A3 അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി സൈറ്റോക്രോം A3ലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സൈറ്റോക്രോം C ഉണ്ടല്ലോ, സൈറ്റോക്രോം C പെരിഫറിയിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സൈറ്റോക്രോം Cനെ കോംപ്ലക്സ് 4ന്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലെങ്കിലും
തെറ്റൊന്നുമില്ല കേട്ടോ. സൈറ്റോക്രോം A3 ആണ് ശരിക്കും കോംപ്ലക്സ് 4ന്റെ ഭാഗങ്ങളായിട്ട് പറയുന്നത്. സൈറ്റോക്രോം C പെരിഫറിയിലേക്ക് ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് പ്രോട്ടീൻ മാതിരിയാണ് അത് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ആ ഇലക്ട്രോൺ വന്നിട്ട് സൈറ്റോക്രോം A വഴി A3ലേക്ക് എത്തും. സൈറ്റോക്രോം A3 റെഡ്യൂസ് ആവും. സൈറ്റോക്രോം A3ന്ന് ആ ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്ന ആൾ ഒരു ഓക്സിജൻ ആറ്റാണ്, അല്ലെങ്കിൽ ഹാഫ് O2 മോളിക്യൂളാണ്. പകുതി ഓക്സിജൻ മോളിക്യൂൾ, ഹാഫ് O2 മോളിക്യൂൾ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു 2 ഹൈഡ്രജനായിട്ട് മാറുകയും അതൊരു വാട്ടർ മോളിക്യൂളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് 2 H+ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് 2 H+ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്, ഇവിടുന്ന് 2 H+ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു H+ എടുക്കുന്നുണ്ട്. ടോട്ടൽ എത്ര H+ ആയി മാട്രിക്സിൽ നിന്ന് പോകുന്നത്? 1 3 3 2 5 5 2 7 H+ മാട്രിക്സിൽ നിന്ന് മാറി. അപ്പോൾ അത് ഇന്റർമെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ 1 2 3 സ്ഥലത്ത് 2 H+ വീതം എടുത്തപ്പോൾ 6 H+ എവിടെ എത്തി? മാട്രിക്സിലെത്തി. അപ്പോൾ നോക്കിയേ, ഇന്റർമെംബ്രെയിൻ സ്പേസിലെത്തി. അപ്പോൾ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ 6 H+ കൂടിയപ്പോൾ മാട്രിക്സിലെ 7 H+ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? മാട്രിക്സിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പ്രോട്ടോണിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. സോ ഹിയർ ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ ദിസ് ഏരിയ intermembrane space, it will be completely accumulated with the proton. പ്രോട്ടോൺ അങ്ങോട്ട് തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ എന്താവും? ഈ പ്രോട്ടോണിന് ഒരു തള്ളലുണ്ടാവും ഇങ്ങോട്ട് മാട്രിക്സിലേക്ക്. കാരണം മാട്രിക്സിലെ പ്രോട്ടോൺസ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ മാട്രിക്സിലേക്ക് അതിന് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്താവുന്നറിയോ? ആ 5ാമത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓക്സിസോമിന് 2 സബ് യൂണിറ്റാണ് ഉള്ളത്. ഒന്ന് F0 എന്ന് പറയുന്ന ഒരു സബ് യൂണിറ്റും അതുപോലെ തന്നെ F1 എന്ന് പറയുന്ന വേറൊരു സബ് യൂണിറ്റും. F0 ആൻഡ് F1 സബ് യൂണിറ്റ്. ഇതിന്റെ F0 എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ ചാനലാണ്, F1 എന്ന് പറയുന്നത് ATP സിന്തേസ് ആക്ടിവിറ്റി ഉള്ള ഒരു സബ് യൂണിറ്റ് ആണ്. F0 എന്ന് പറയുന്ന പ്രോട്ടോൺ ചാനൽ ഇവിടുത്തെ പ്രോട്ടോണിന്റെ തള്ളിക്കയറ്റം കൊണ്ട് തുറക്കും. അപ്പോൾ എന്തായി? ഈ F1ന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും, അതായത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരും. അപ്പോൾ F1 വന്നിട്ട് ആക്റ്റീവായിട്ട് മാറും. ATP സിന്തേസ് ആക്ടിവിറ്റി ഇറ്റ് വിൽ ബിക്കം ആക്റ്റീവ്. അപ്പോൾ എന്തായി? F0 കൂടെ വരുന്ന പ്രോട്ടോൺസ് അത് ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്കുള്ള ഒരു പുഷിംഗ് ഫോഴ്സ് പോലെ ആയതുകൊണ്ട് ദാറ്റ് വിൽ റിലീസ് സം എനർജി. ബൈ യൂസിങ് ദാറ്റ് എനർജി ADP molecule will be converted to ATP by combining with inorganic phosphate. ADP എന്താ കമ്പൈൻ ചെയ്യും? ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ATP മോളിക്യൂൾ ആയിട്ട് മാറും. ഇനി എത്ര H+ ഇതിൽ കൂടെ പാസ് ചെയ്യണം ഒരു ADP ഒരു ATP ആയിട്ട് മാറാൻ? 2 H+ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ADP ഒരു ATP ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഹിയർ വി ക്യാൻ സേ NADH കൊണ്ട് 6 H+ പാസ് ചെയ്യിക്കാൻ കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 3 ATP മോളിക്യൂൾ ഉണ്ടാവും ഒരു NADH-ന്ന്. എത്ര ATP മോളിക്യൂൾ ഉണ്ടാവും? 3 ATP മോളിക്യൂൾ ഉണ്ടാവും ഒരു NADH-ന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് FADH2 എങ്ങനെയാണ് ATP ആയിട്ട് മാറുന്നത്. FADH2 സെക്കൻഡ് കോംപ്ലക്സിലാണ് എൻ്റർ ചെയ്യുക. FADH2 എവിടെ എൻ്റർ ചെയ്യുക? സെക്കൻഡ് കോംപ്ലക്സിലാണ് എൻ്റർ ചെയ്യുക. FADH2 സെക്കൻഡ് കോംപ്ലക്സിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ UQ വന്നിട്ട് നേരെ 2 ഹൈഡ്രജനെ ഇങ്ങോട്ട് എടുക്കുക ചെയ്യുക. അതായത് FADH2 2 ഹൈഡ്രജനെ UQH2 ആയിട്ട് എടുക്കും. എന്നേരം എന്താവും? ഈ നെക്സ്റ്റ് സൈറ്റോക്രോം ബിയിലേക്ക് ഇലക്ട്രോണിനെ മാത്രം പാസ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ 2 പ്രോട്ടോണിനെ ഇങ്ങോട്ട് കൊടുക്കും, ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് 2 പ്രോട്ടോണും പോകും. സൈറ്റോക്രോം ബി വഴി 2 ഇലക്ട്രോണും വരും. അയൺ സൾഫർ കോംപ്ലക്സിലേക്ക് വരുന്ന ആ ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ യുബിക്വിനോണിലേക്ക് വീണ്ടും വരും. ഇവിടെ യുബിക്വിനോൺ ഹൈലി റെഡ്യൂസ് ആവും, 2 H+നെ ഇവിടെ നിന്നും എടുക്കും. അപ്പോൾ UQH2 ആവും. വീണ്ടും ഈ UQH2 2 പ്രോട്ടോണിനെ ഇങ്ങോട്ട് കൊടുക്കും. സൈറ്റോക്രോം C1ലേക്ക് ഇലക്ട്രോൺ പോകും, സൈറ്റോക്രോം Cയിലേക്ക് എത്തും, സൈറ്റോക്രോം A3ലേക്ക് എത്തും. ആ 2 ഇലക്ട്രോൺ ഹാഫ് O2 റിസീവ് ചെയ്ത് ആ 2 ഇലക്ട്രോണിനെ 2 H+ന് കൊടുത്ത് 2 ഹൈഡ്രജനാക്കി മാറ്റി H2O ആക്കി മാറും. So here we can see 4 H+ will be able to take inside the intermembrane space by FADH2. FADH2ന് 4 H+നെ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് എടുക്കാൻ പറ്റും. ആ സമയത്ത് എത്ര H+ ഇവിടെ കുറയുന്നുണ്ട്? ഇവിടെ 2 H+ കുറഞ്ഞു, ഇവിടെ 2 H+ കുറഞ്ഞു, ഇവിടെ 2 H+ കുറഞ്ഞു. അപ്പോൾ മൊത്തം എത്ര H+ കുറഞ്ഞു? 6 H+ കുറഞ്ഞു.
ഈ RH+ മാട്രിക്സിൽ കുറയുമ്പോൾ 4H+ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ കൂടി. ദാറ്റ് ഓൾസോ വിൽ ക്രിയേറ്റ് ആൻ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആൻഡ് മാട്രിക്സിന്റെ ഇന്റർ മെംബ്രെയിൻ്റെ സ്പേസിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ F0 F1 കോംപ്ലക്സ് ഇറ്റ് വിൽ ബിക്കം ആക്റ്റീവ്. F0 it will open its proton channel through F0 when 2H+ when it is passing 1 ATP molecule will be produced. ഇപ്പോൾ ഇവിടെ 4H+ ഉള്ളതുകൊണ്ട് FADH2 എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? 2 ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. NADH 3 ATP പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ FADH2 കൺവേർട്ട് ചെയ്തിട്ട് 2 ATP ആയിട്ടാണ് മാറുക. ഓക്കെ, ഇനി ഇതിന് അസോസിയേറ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സയനൈഡും കാർബൺ മോണോക്സൈഡും ഇൻഹിബിറ്റ് ചെയ്യുന്നത് സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സിനെയാണ്, 4ാമത്തെ കോംപ്ലക്സിനെയാണ്, ഓർത്തിരുന്നോളാം കേട്ടോ. അത് ഒരു നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനാണ്. കോംപ്ലക്സ് 5നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ് ഒളിഗോമൈസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്. അതേപോലെ ആൻറ്റിമൈസിൻ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കോംപ്ലക്സ് 3 UQH2 സൈറ്റോക്രോം C റിഡക്റ്റേസ് എൻസൈം. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വേറെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് അത് കാണാം കേട്ടോ. പക്ഷേ ഇത് മതിയാവും നമ്മുടെ നീറ്റ് എക്സാമിന് ഇതാ ഇങ്ങനെ മതിയാവും. ഒരുപാട് മറ്റേ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിസ്ക്രിപ്ഷൻ അല്ല ചോദിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനകത്തുനിന്ന് പഠിക്കാൻ എളുപ്പമാണ്. മറ്റേ പഴയതിൽ നിന്ന് പഠിക്കാനാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. പുതിയതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട്, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെന്നുള്ളവർ അതൊന്ന് നോക്കിക്കോ കേട്ടോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നോക്കാനുള്ളത് കേട്ടോ. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ F0 F1 കോംപ്ലക്സിൻ്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. F0 ഇത്, F1 ഇത്. F1 ATP ഉണ്ടാക്കുന്ന ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 പ്രോട്ടോൺ പോകുമ്പോൾ ഒരു ATP മോളിക്യൂൾ ഉണ്ടാവും. ഇനി റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ATP മോളിക്യൂൾസ് ഈ പറയുന്ന ഗ്ലൈക്കോളിസിസും അതുപോലെ ക്രെബ്സ് സൈക്കിളും അതുപോലെ ലിങ്ക് റിയാക്ഷനും കൂടിയിട്ടുണ്ടാക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഗ്ലൈക്കോളിസിസ് 2 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 2 NADH ഉണ്ടാകുന്നുണ്ട്. 2 NADH കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ATP മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ATP NADH കൂടിയിട്ട് ടോട്ടൽ ATP എത്രയായി? 8 ATP ആയി എവിടെ? ഗ്ലൈക്കോളിസിസിൽ. ലിങ്ക് റിയാക്ഷനിൽ 2 NADH ഉണ്ടാകുന്നുണ്ട്, 2 NADH 6 ATP ഉണ്ടാവും. ലിങ്ക് റിയാക്ഷനിൽ 6 ATP ആയി. ഇനി ക്രെബ്സ് സൈക്കിളിൽ എത്ര NADH ഉണ്ട്? ക്രെബ്സ് സൈക്കിളിൽ 6 NADH ഉണ്ട്. 6 3 18 ATP മോളിക്യൂൾ അതുണ്ടാക്കാം. 2 FADH2 ഉണ്ട്, 2 FADH2 കൂടിയ 4 ATP മോളിക്യൂൾ ഉണ്ടാക്കാം. 18 4 22 അല്ലേ? ഇനി 2 GTP മോളിക്യൂൾ ഉണ്ടാക്കുന്നുണ്ട്. സോ 22 2 24. ഇനി ലിങ്ക് റിയാക്ഷനിലുള്ള 6 കൂടി കൂട്ടിയ 24 6 30. ഇനി ഗ്ലൈക്കോളിസിസിലുള്ള 8 കൂടി കൂട്ടിയ മൊത്തം 38 ATP മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് എവിടെയൊക്കെ എത്ര ATP മോളിക്യൂളാണ് ഉണ്ടാകുന്നതെന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി ഫെർമെൻറ്റേഷൻ റിയാക്ഷനിലാണെങ്കിൽ 2 ATP മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അവിടെ NADH യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതേപ്പറ്റി നമ്മൾ ചിന്തിക്കേ വേണ്ട കേട്ടോ. So this is all about the respiratory balance sheet. Respiratory balance sheetൽ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ 36 ATP മോളിക്യൂൾ ആണ് കൊടുത്തിട്ടുള്ളത്. അത് 36 ATP മോളിക്യൂൾ എന്നുള്ള കറക്റ്റ് തെറ്റൊന്നും അല്ല, അത് ശരിയാണ്. 36 ATP മോളിക്യൂൾ എന്നുള്ള കറക്റ്റ് ചെയ്തിട്ട് 38 ATP മോളിക്യൂൾ, അത് 38 ATP കറക്റ്റ് ചെയ്തല്ല, 38 ATP മോളിക്യൂൾ എന്നാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ NADH സൈറ്റോപ്ലാസത്തിൽ നിന്ന് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലേക്ക് എത്തണം. 2 NADH അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് ഇന്നർ മെംബ്രെയിനിലേക്ക് എത്തിയാലാണ് അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് തരത്തിലാണ് അത് എൻ്റർ ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് അവിടുത്തെ NADHൻ്റെ ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ചില കേസിൽ അത് FADH2 ഫോമിലായിരിക്കും എൻ്റർ ചെയ്യുക, ചില കേസിൽ അത് NADH ഫോമിലായിരിക്കും എൻ്റർ ചെയ്യുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഷട്ടിൽ മെക്കാനിസം ഉണ്ട്, അതും ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. മാലേറ്റ് ആസ്പാർട്ടേറ്റ് ഷട്ടിൽ ആൻഡ് ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടിൽ, ഇത് രണ്ടുമാണ് കേട്ടോ. സോ അത് വേണ്ടവർ നോക്കിക്കൊള്ളണം അതിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ആംഫിബോളിക് പാത്വേ ആണ്. ആംഫിബോളിക് പാത്വേ ഓഫ് റെസ്പിറേഷൻ. എന്താണ് ആംഫിബോളിക് പാത്വേ എന്നറിയോ?
നമ്മളൊരു മെറ്റാബോളിക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ മെറ്റാബോളിക് റിയാക്ഷൻ ഒന്നുപോലെ ബിൽഡപ്പ് റിയാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ ആയിരിക്കാം. ബിൽഡപ്പ് റിയാക്ഷൻ ആണെങ്കിലും ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ ആണെങ്കിലും ഈ എല്ലാ റിയാക്ഷൻസും കൂടി അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ജോയിൻ ചെയ്യുക. അതായത് ഒരു മോളിക്കുലാർ ട്രാഫിക് തന്നെയാണ് ഈ മെറ്റാബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റെസ്പിറേഷൻ്റെ കേസിൽ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അത് പല സ്റ്റെപ്പിൽ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ ഉണ്ടാകുന്നത് കാണാം. അതേപോലെ തന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും കാണാം. അതാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും റെസ്പിറേഷൻ നടക്കാം. കാർബോഹൈഡ്രേറ്റ് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം എ ആയി ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. ഇത് ഗ്ലൈക്കോലിറ്റിക് പാത്വേ. ഇനി പ്രോട്ടീൻസ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എങ്ങനെയായിരിക്കും എൻ്റർ ചെയ്യുന്നത് നോക്കാം. പ്രോട്ടീൻസ് അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ് ആയിട്ട് മാറും. ഈ അമിനോ ആസിഡ് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ബൈ റിമൂവിങ് ഇറ്റ്സ് അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട് അത് പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പൈറുവിക് ആസിഡിനെ ഡയറക്റ്റ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ ഫാറ്റ് വന്നിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഗ്ലിസറോള് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഗ്ലിസറോളിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറാം. അപ്പോൾ എന്തായി, അതും റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ അകത്ത് ഫാറ്റി ആസിഡ് എന്ത് ചെയ്യുന്നറിയോ? ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. ആ ഫാറ്റി ആസിഡ് രണ്ട് കാർബൺ മുറിച്ച് അത് അസറ്റൈൽ ഗ്രൂപ്പായിട്ട് മാറും. ഈ അസറ്റൈൽ കോഎൻസൈം എ ആണ് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റി ആസിഡും അവിടെ എൻ്റർ ചെയ്യുക. ഇനി നോക്കിയാൽ അസറ്റൈൽ കോഎൻസൈം എയുടെ കോഎൻസൈം എ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഈ അസറ്റൈൽ ഗ്രൂപ്പ് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇറ്റ് ക്യാൻ ഫോം ദ ഫാറ്റി ആസിഡ്. അതുകൊണ്ടാണ് ഫാറ്റി ആസിഡിൽ എപ്പോഴും രണ്ട് ഈവൻ നമ്പർ കാർബൺ ആറ്റംസ് കാണുന്നത്. നമ്മളെപ്പോഴും പാൽമെറ്റിക് ആസിഡ് കാണുമ്പോൾ സ്റ്റെറിക് ആസിഡ്, മരാക്കിഡോണിക് ആസിഡ്, ലിനോലൈക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ ഫാറ്റി ആസിഡ് പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിനകത്തും ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. 16, 18, 20 അങ്ങനെയാണ് കാർബൺ ആറ്റംസിന്റെ നമ്പർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സിന്തസൈസ് ചെയ്യുന്ന അസറ്റൈൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രേക്ക് ഡൗൺ റിയാക്ഷനിൽ തന്നെ ബിൽഡപ്പ് പ്രോസസ്സും നടക്കാം. അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൽ നിന്ന് അതായത് ഇപ്പോൾ നോക്കിക്കേ, പൈറുവിക് ആസിഡിന്റെ ആവശ്യം അവിടെ ഇല്ലാന്നിരിക്കട്ടെ. പൈറുവിക് ആസിഡ് അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാം, അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് അപ്പോൾ അത് പ്രോട്ടീൻ ആവാം. നേരെ തിരിച്ച് നടക്കാം അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അസറ്റൈൽ കോഎൻസൈം എ കൂടുതലാന്നിരിക്കട്ടെ. ഈ അസറ്റൈൽ കോഎൻസൈം എ എല്ലാം കൂടി കൂടിയിട്ട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോറ് കഴിച്ചാൽ തടിക്കുന്നു പറയില്ലേ? ഒരുപാട് ചോറ് കഴിച്ചാൽ തടിക്കുന്നു പറയാനുള്ള കാരണം ഈ പറയുന്ന അസറ്റൈൽ കോഎൻസൈം റെസ്പിറേഷൻ പാത്വേയിലേക്ക് എൻ്റർ ചെയ്ത അസറ്റൈൽ ഗ്രൂപ്പ് ആയി കഴിയുമ്പോൾ that will produce fatty acid. Then after that it will be converted into fat. Fat can be stored inside the fat cell or adipose tissue. അപ്പോൾ എന്തായി, നമ്മൾ ഫാറ്റ്നെസ് കൂടും, നമ്മുടെ ഫാറ്റ്നെസ് കൂടും. ഇനി നമുക്ക് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്താണെന്ന് നോക്കാം. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് പെർ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. എന്തുമാത്രം ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ഫോർ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതിന്. അത് ഓരോ സബ്സ്ട്രേറ്റിനും ഓരോ റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ് കേട്ടോ. ഓരോ തരത്തിലുള്ള സബ്സ്ട്രേറ്റിനും ഓരോ തരത്തിലുള്ള റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ്. നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ in the case of carbohydrate or sugar molecule or glucose molecule, when it is breaking down, it will produce carbon dioxide. How much it will be eliminated, that many oxygen will be used for the respiration. That means its respiratory quotient is 1. അതുപോലെ ട്രൈപാൽമിറ്റിൻ എന്ന് പറയുന്ന ഒരു fatty acid that will be while expiring the carbon dioxide elimination, it will be more as compared to oxygen consumed. Okay, അതായത് carbon dioxide elimination, it will be less as compared to oxygen consumed. അതായത് 102 carbon dioxide അത് eliminate ചെയ്യുമ്പോൾ 145 oxygen അത് consume ചെയ്യുന്നുണ്ട്. So 0.7 that will be the respiratory quotient of fat. അതേപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ്റെ കേസിൽ 0.9 ആണ് അതിൻ്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് ഓർഗാനിക് ആസിഡ് എപ്പോഴും ഒന്നേ കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിളാണ് മാലിക് ആസിഡ് 1.33 ആയിരിക്കും, ടാർട്ടാറിക് ആസിഡ് 1.6 ആയിരിക്കും, ഓക്സാലിക് ആസിഡ് 4 ആയിരിക്കും. ഓക്കെ, ഇത്രയും ഓർത്തിരുന്നു.
ഇരുന്നോളാം കേട്ടോ. ഇതിനകത്ത് മാലിക് ആസിഡ് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ടാറ്റാറിക് ആസിഡും ഓക്സാലിക് ആസിഡും പറഞ്ഞു തന്നത്. ടാറ്റാറിക് ആസിഡും ഓക്സാലിക് ആസിഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ റെസ്പിറേഷൻ. റെസ്പിറേഷൻ ചാപ്റ്റർ വളരെ ഈസിയാണ്. വലിച്ചു നീട്ടി അവിടെ ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മുഴുവൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുമാതിരി എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി പഠിച്ചാൽ അത്രയും ക്വസ്റ്റ്യൻസും മതി നമുക്ക് ആൻസർ ചെയ്യാൻ. അത്രയും ഇൻഫർമേഷൻ മതി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ.